നിങ്ങളുടെ വ്യക്തി ഇപ്പോഴും നിങ്ങളെ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ ഫീലിങ്സ് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒരു വ്യക്തിക്ക് നിങ്ങളെ മാരേജ് ചെയ്യണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ ഫേക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. ഒട്ടും തന്നെ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരാളല്ല. ഇപ്പോൾ നിലവിലൊരു സെപ്പറേഷൻ ഒക്കെ വന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവരുടെ മനസ്സിൽ എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മകളാണ്. അല്ലെങ്കിൽ ഹിഡൻ എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഒരു ഹിഡൻ ഫീലിങ്സ് പോലും ഇവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. മേ ബി ഒരു അത്തരം കാര്യങ്ങളൊന്നും ഒന്നും തന്നെ മാരേജിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് എക്സ്പ്രസ് ചെയ്യാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം ഈ ഒരു വ്യക്തിയുടേത്. എന്നാലും ഈ ഒരു വ്യക്തി ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അത്രയധികമായിട്ടുള്ള ഒരു ഒരു കെയറും ഇഷ്ടവും ഒക്കെ തന്നെ നിങ്ങളോട് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ട്രൂ ലവ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഒരു ട്രൂ ലവ് ആണ് നിങ്ങളുടെ ഇടയിൽ ഉള്ളത് എന്ന് തന്നെ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ അത്രത്തോളം ഒരു ഒരു കണക്ഷൻ ഒക്കെയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഒരു ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ ഇപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഇപ്പോഴും കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ പോലും വർക്കിംഗ് ആണ്. അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും എന്നുള്ളതാണ്. രണ്ടുപേർക്കും സെയിം ആയിട്ടുള്ള ഒരു എനർജി, അത്തരം ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ടൊരു കമ്മിറ്റ്മെന്റ് നിങ്ങളോടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്നുള്ളതാണ്. യാതൊരു രീതിയിലും മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും തന്നെ നിങ്ങളുടെ സ്നേഹത്തെ കണ്ടില്ല എന്ന് നടിക്കാനായിട്ടൊന്നും ഈ ഒരു വ്യക്തിക്ക് സാധിക്കില്ല. സോ അത്തരം ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. കാരണം ലൈഫിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊക്കെ തന്നെ പ്രാധാന്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഒരു പ്രാധാന്യം ഇത് തരുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളിലൊക്കെ തന്നെ ഫോക്കസ്ഡ് ആവുമ്പോഴും നിങ്ങളെ അവഗണിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ടല്ല ഇവർ അങ്ങനെ ഫോക്കസ്ഡ് ആയി മാറുന്നത്. പക്ഷെ ഇപ്പൊ കുറച്ച് പേർക്കെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടൊക്കെ ആവണം ഇപ്പൊ കുറച്ച് പേരെങ്കിലും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നതൊക്കെ തന്നെ. അതൊക്കെ വളരെ കാലം നിൽക്കില്ല. കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സെപ്പറേഷൻ ഒന്നും അധികം നാളെ നീട്ടിക്കൊണ്ട് പോകാനായിട്ടുള്ള ഒരു ഒരു അത്തരം ഒരു ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരുടെയും മനസ്സ് ചെറിയ പഴക്കങ്ങളാണെങ്കിൽ തന്നെയും എത്രയും പെട്ടെന്ന് വീണ്ടും പഴയതുപോലെ ആവണം ആവണം എന്നിങ്ങനെ മനസ്സ് പറയുന്ന അത്തരം ഒരു റിലേഷൻഷിപ്പാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളതും റീച്ചിങ് കോൾ എന്നുള്ളൊരു കാർഡായിരുന്നു. സോ ഈ ഒരു കാർഡിന്റെ എനർജി നോക്കുകയാണെങ്കിൽ ഇപ്പോ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പോ ഒരു സെപ്പറേഷനിലൊക്കെ ആണ് നിങ്ങൾ കുറച്ചു പേരെങ്കിലും എന്നുണ്ടെങ്കിലും ഉടനെ തന്നെ അത് ഒരു റിയൂണിയനിലേക്ക് എത്താനും ഒരു കോണ്ടാക്റ്റിൽ വരാനുള്ള ഒരു സാധ്യത നല്ലതുപോലെ കാണുന്നുണ്ട് റീഡിങ്ങിൽ. കാരണം ഉടനെ തന്നെ ഒരു കോൾ ചെയ്യാനോ മെസ്സേജ് ചെയ്യാനോ ഉള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും തന്നെ ഒരുപാട് നാളൊന്നും ഈ റിലേഷൻഷിപ്പിൽ ഒരു സിറ്റുവേഷൻ വരുത്തി ഇങ്ങനെ മിണ്ടാണ്ടിരിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു കോണ്ടാക്റ്റിൽ വരാനും, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കുറഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനും ഉള്ള ഒരു സാധ്യത റീഡിങ്ങിൽ കാണുന്നുണ്ട്. മേ ബി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് അധികമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഉണ്ടായിരിക്കാം. ഒരു ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കരിയറോ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ തന്നെ ഇവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് തന്നെയായിരിക്കണം മെയിനായിട്ടും. സോ അത്തരം ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒന്ന് ഹീൽ ആവണം എന്ന് ഈ ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു ഹീൽ ആവാനുള്ള ഒരു എലമെന്റ് എന്ന് പറയുന്നത് പോലും നിങ്ങളുടെ ഒരു പ്രണയമാണ് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലും കാരണം പല രീതിയിലും നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതൊക്കെ തന്നെ സോൾവ് ആകുന്നത് പോലും, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യലി ഒന്നും തന്നെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ലെങ്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ട്, ഒരു മെന്റൽ സപ്പോർട്ട് പോലും ഒരുപാട് ഭയങ്കര വലുതായിരുന്നു ആ ഒരു വ്യക്തിക്ക്. പക്ഷെ ഈ ഒരു സന്ദർഭത്തില് അതിനൊന്നും തന്നെ സാധ്യമാവാത്തത് കൊണ്ട് അവർക്ക് ഭയങ്കര ഒരു വിഷമം ഉണ്ട് എന്നുള്ളതാണ്. അത് തന്നെയല്ല, ഒരു സെപ്പറേഷൻ ഇങ്ങനെ നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി അവർക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാനോ ഒന്നും തന്നെ സാധിക്കാത്തൊരു അവസ്ഥയായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി റീഡിങ്ങിലൂടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ക്ലാരിഫൈ ചെയ്ത സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന 3 കാർഡ്സ് ആണ്. ആൻസേഴ്സ് അറൈവിംഗ്, അതുപോലെ തന്നെ സോൾവിംഗ് ഉള്ള കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എക്സ്പെക്ട് മെറാക്കിൾ കാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറേയധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. അതായത് നിങ്ങൾ എത്രത്തോളം ഭയങ്കര ഡീപ്പായിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെയർ ചെയ്ത് പരസ്പരം ഒരു വെൽവിഷറെ പോലെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ്. പക്ഷെ ഈ ഒരു സമയത്തൊരു ഒരു കുറച്ചൊരു സെപ്പറേഷൻ പോലെയൊക്കെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ വന്ന സമയത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടായിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ മാത്രമാണോ അവരെ മിസ് ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു ചെറിയ പണക്കാണെങ്കിൽ തന്നെ എന്തിനായിരിക്കണം അങ്ങനെ ആ ഒരു ചെറിയ കാര്യത്തിന് മാറി നിന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ഇനിയും തിരികെ വരില്ലേ? ഇപ്പോഴും നിങ്ങളെ കുറിച്ച് ഓർക്കുന്നില്ലേ?
അവരിപ്പോ കംപ്ലീറ്റ്ലി നിങ്ങളെ മറന്ന് ലൈഫിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവാണോ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം. പക്ഷെ അതിനെല്ലാം ഒരു ആൻസർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ആൻസർ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് നേരത്തെയും കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു കോൾ ആയിട്ടോ മെസ്സേജ് ആയിട്ടോ ഉടനെ തന്നെ നിങ്ങളെ അവർ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അവരായിട്ട് തന്നെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളുടെ മനസ്സിലുള്ള ഇത്തരം ക്വസ്റ്റ്യൻസിനെല്ലാം ഉള്ള ആൻസർ അവരായിട്ട് തന്നെ നിങ്ങളോട് പറയുന്നതായിരിക്കും എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ പേരും ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ളവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ ഫീലിങ്സ് അവർക്കും മനസ്സിലാകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം അത്രത്തോളം ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ മനസ്സിലാവുന്നത്. പിന്നെ കിട്ടിയിട്ടുണ്ട് അത് എക്സ്പെക്റ്റഡ് മിറാക്കിൾ കാർഡായിരുന്നു. ഡെഫിനറ്റ്ലി ഒരു മിറാക്കിൾ പോലെ തന്നെ അവർ നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. സോ അതുകൊണ്ടാണ് ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പെക്റ്റഡ് മിറാക്കിൾ കാർഡാണ്. ഒരു അത്ഭുതം പോലെ തന്നെ മേ ബി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഇവർ വരുന്നതായിരിക്കും. കൂടുതൽ പേർക്കും ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേസിങ് ഒക്കെ നിർത്തുക. ചേസിങ് ഒക്കെ നിർത്തിയതിനു ശേഷം നിങ്ങൾ കൂടുതലും അവരെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അവർ വന്നതിന് ശേഷം നിങ്ങളുമായിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഏത് രീതിയിലാണ് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടത്, അല്ലെങ്കിൽ മാരേജ് ആണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനിയും ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ് അവരുമായിട്ട് നിങ്ങൾ ഇപ്പോഴും ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾ പകൽ സമയത്ത് പോലും ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരിക്കാം അവർ മിണ്ടുന്നതായിട്ടും, അല്ലെങ്കിൽ അവർ വന്ന് സംസാരിക്കുന്നതായിട്ടും, അവരുമായിട്ട് ഇനി ഒന്നിച്ചുണ്ടാകുന്ന ഓരോ മൊമെന്റ്സും ഒക്കെ തന്നെ നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടായിരിക്കാം. അതേമാതിരി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. സോ ഒരു ബെറ്റർ റിസൾട്ട് പെട്ടെന്ന് കിട്ടാനുള്ള ഒരു പോസിബിലിറ്റി ആണ് ഇപ്പൊ പറഞ്ഞത്. അതുപോലെ തന്നെ നിങ്ങൾ പാസ്റ്റ് എന്തെങ്കിലും ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വിഷമിക്കാണ്ടിരിക്കുക. നിങ്ങൾ പാസ്റ്റ് നടന്നിട്ടുള്ള നല്ല കാര്യങ്ങളൊക്കെ ഓർത്തുള്ളൂ, പക്ഷെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഓർത്ത് വെറുതെ നെഗറ്റീവായിട്ട് ഇങ്ങനെ ഇരിക്കാണ്ടിരിക്കുക. ഓവർ തിങ്ക് ചെയ്യുന്നത് കുറയ്ക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്നുകൂടി, ഇവിടെ കിട്ടുന്ന മെസ്സേജസ് എന്താണെന്നുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് മൈ സീക്രട്ട് ലവ് ഫോർ യു എന്നുള്ളതാണ്. അവരുടെ സീക്രട്ട് ലവ് നിങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളോട് പറയാനായിട്ട് ആദ്യമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള യു ആർ റോങ് എന്നുള്ളൊരു ആൻസറാണ്. മേ ബി നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ആ ഒരു വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും ഒരു ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ചിലപ്പോൾ ഒരു പിണക്കം പോലെയൊക്കെ വന്നിട്ടുള്ളത്. സോ അത് നിങ്ങളായിട്ട് തന്നെ എന്തെങ്കിലും അവരെക്കുറിച്ച് അറിഞ്ഞതോ അല്ലെങ്കിൽ പറഞ്ഞതോ രീതിയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടായിരിക്കും. സോ അത് റോങ് ആണ്. ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ തെറ്റായിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ഐ മിസ് യു വെരി ബാഡ്ലി യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ എന്നുള്ളതാണ്. നിങ്ങളുടെ ഒരുപാടായിട്ട് ഒരു നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സൈലൻസ് അവരെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്.